നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 27-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ചോദ്യപേപ്പർ ചോർച്ച കർശനമായി തടയുന്നതിനായുള്ള പൊതുപരീക്ഷ നിയമ ഭേദഗതി ബിൽ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും. രാജ്യവ്യാപകമായി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ശക്തമായ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് മന്ത്രിസഭായോഗം ബില്ലിന് അംഗീകാരം നൽകിയത്. ബില്ലിന്റെ പകർപ്പ് ഇതിനോടകം എംപിമാർക്ക് കൈമാറിയിട്ടുണ്ട്. പുതിയ ഭേദഗതി പ്രകാരം ചോദ്യപേപ്പർ ചോർത്തുന്ന കുറ്റവാളികൾക്ക് 10 വർഷം വരെ തടവും 50 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. സംഘടിതമായി ചോർച്ച നടത്തുന്നവർക്ക് 10 കോടി രൂപ പിഴയും, ക്രമക്കേടിൽ പങ്കാളികളാകുന്ന ഏജൻസികൾക്ക് 5 കോടി രൂപ പിഴയും 8 വർഷത്തേക്ക് വിലക്കും ഏർപ്പെടുത്തും. കൂടാതെ കേസുകളുടെ അന്വേഷണം 2 മാസത്തിനകവും വിചാരണ 3 മാസത്തിനകവും പൂർത്തിയാക്കാനുള്ള കർശന വ്യവസ്ഥകളും ബില്ലിലുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പങ്കുവയ്ക്കുകയാണ്. നഗരങ്ങളിലെയും ഗ്യാസ് ബുക്കിംഗ് സമയപരിധിയിൽ ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുൻപ് 45 ദിവസം വരെ കാത്തിരിക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 25 ദിവസത്തിന് ശേഷം പുതിയ സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കും. അതിനാൽ നിങ്ങളുടെ ഗ്യാസ് ആപ്പിലോ പോർട്ടലിലോ ബുക്കിംഗ് ലഭ്യമാണോ എന്ന് പരിശോധിച്ച് നോക്കുക. ഗ്യാസ് സിലിണ്ടറിന്റെ മുകൾ ഭാഗത്ത് ABCD എന്നിങ്ങനെ ഒരു കോഡും അതിനോടൊപ്പം ഒരു വർഷവും എഴുതിയിട്ടുണ്ടാകും. ഇത് സിലിണ്ടറിന്റെ പരിശോധനാ കാലാവധിയാണ്, ടെസ്റ്റിംഗ് ഡ്യൂ ഡേറ്റ്. ഇതിൽ A എന്നാൽ ജനുവരി മുതൽ മാർച്ച് വരെയും, B എന്നാൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയും, C എന്നാൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയും, D എന്നാൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുമാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് A31 എന്ന് കണ്ടാൽ 2031 മാർച്ച് മാസം വരെയാണ് ആ സിലിണ്ടറിന്റെ കാലാവധി. നിങ്ങൾക്ക് ലഭിക്കുന്ന സിലിണ്ടറിന്റെ കാലാവധി കഴിഞ്ഞതാണെങ്കിൽ അത് ഉപയോഗിക്കാതെ ഉടൻ തന്നെ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് മാറ്റി വാങ്ങേണ്ടതാണ്. ഗ്യാസ് ഏജൻസിയിൽ നിന്നുള്ള ടെക്നീഷ്യന്മാർ വീടുകളിലെത്തി സിലിണ്ടർ, റെഗുലേറ്റർ, ഹോസ് എന്നിവയുടെ സുരക്ഷ പരിശോധിക്കാറുണ്ട്. 5 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഈ നിർബന്ധിത പരിശോധനയ്ക്ക് സർവീസ് ചാർജും GSTയും ഉൾപ്പെടെ 236 രൂപയാണ് നൽകേണ്ടത്. പരിശോധനയ്ക്ക് ശേഷം ടെക്നീഷ്യൻ നൽകുന്ന സുരക്ഷാ സർട്ടിഫിക്കറ്റ് കൃത്യമായി വാങ്ങി സൂക്ഷിക്കുക. ഭാവിയിൽ ഗ്യാസ് അപകടങ്ങൾ മൂലമുള്ള ഇൻഷുറൻസ് ക്ലെയിമുകൾക്ക് ഈ സർട്ടിഫിക്കറ്റ് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യൻ, HP, ഭാരത് ഗ്യാസ് തുടങ്ങിയ ഏത് കമ്പനിയുടെ ഉപഭോക്താക്കളാണെങ്കിലും ഈ പരിശോധനയോട് സഹകരിക്കുക. നിലവിൽ PM ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് സബ്സിഡി ലഭിക്കുന്നത്. 1 വർഷത്തിൽ 4 സിലിണ്ടറുകൾ വരെ സിലിണ്ടർ ഒന്നിന് 300 രൂപ നിരക്കിൽ സബ്സിഡി ലഭിക്കും. ഇതുവരെ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത BPL കുടുംബങ്ങൾക്ക് PM ഉജ്ജ്വൽ യോജന വഴി സൗജന്യ കണക്ഷന് അപേക്ഷിക്കാവുന്നതാണ്. കുടുംബാംഗങ്ങളുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, വിലാസം തെളിയിക്കുന്ന രേഖകൾ എന്നിവ ഉപയോഗിച്ച് PMUY ഔദ്യോഗിക പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കർഷകർക്ക് പകുതി വിലയ്ക്ക് കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും സ്വന്തമാക്കാൻ മികച്ചൊരു അവസരമെത്തിയിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന SMAM പദ്ധതി വഴി തെങ്ങുകയറ്റ യന്ത്രം, ട്രാക്ടർ, വിളവെടുപ്പ് സംസ്കരണ ഉപകരണങ്ങൾ എന്നിവ വാങ്ങാൻ കർഷകർക്ക് 40% മുതൽ 50% വരെ സബ്സിഡി ലഭിക്കും. കൂടാതെ വനാവകാശ പട്ടയമുള്ളവർ 90% വരെ ഉയർന്ന സബ്സിഡിയും, കർഷക സംഘങ്ങൾക്ക് യന്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്ന സെന്ററുകൾ തുടങ്ങാൻ 40% ധനസഹായവും ലഭ്യമാണ്. യന്ത്രവൽക്കരണം കുറഞ്ഞ പ്രദേശങ്ങളിൽ ഫാം മിഷനറി ബാങ്കുകൾ സ്ഥാപിക്കുന്ന ഗ്രൂപ്പുകൾക്ക് 24 ലക്ഷം രൂപ, അതായത് 80% ആനുകൂല്യം ലഭിക്കും. അപേക്ഷകർ കൂടുതലാണെങ്കിൽ അഗ്രി മിഷനറി പോർട്ടൽ വഴി നറുക്കെടുപ്പിലൂടെ സുതാര്യമായാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ഈ ആനുകൂല്യം നേടുന്നതിനായി അർഹരായ എല്ലാ കർഷകരും ഉടൻ തന്നെ അടുത്തുള്ള കൃഷി ഓഫീസുമായോ അക്ഷയ കേന്ദ്രവുമായോ ബന്ധപ്പെടുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ വൃക്ക രോഗികൾ, ക്യാൻസർ രോഗികൾ, ക്ഷയരോഗികൾ എന്നിവർക്ക് പ്രതിമാസം ലഭിച്ചിരുന്ന ധനസഹായ തുക 1000 രൂപയിൽ നിന്ന് 2000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. രോഗചികിത്സാ വേളയിൽ ഏറെ ആശ്വാസകരമാകുന്ന ഈ സാമ്പത്തിക സഹായത്തിന് അർഹരായവർ ഓരോ വർഷവും അപേക്ഷ പുതുക്കി നൽകേണ്ടതുണ്ട്. നിലവിൽ സംസ്ഥാനത്തെ സാധാരണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് പിന്നീട് ഇത്തരം ഗുരുതര രോഗങ്ങൾ ബാധിക്കുകയാണെങ്കിലും ഈ പ്രത്യേക ധനസഹായത്തിന് അർഹതയുണ്ടായിരിക്കും. എന്നാൽ ഉയർന്ന തുക ലഭിക്കുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളോ മറ്റ് സർക്കാർ പെൻഷനുകളോ വാങ്ങുന്നവർക്ക് ഈ ആനുകൂല്യം ലഭ്യമാകില്ല. മുൻപ് 3-4 മാസത്തിലൊരിക്കൽ കുടിശ്ശികയായി ലഭിച്ചിരുന്ന ഈ തുക കൃത്യമായി അർഹരിലേക്ക് എത്തുവാൻ ഇത്തരം വിവരങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും അപേക്ഷ നൽകാൻ രോഗികളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക. ഇതോടൊപ്പം ഈ ജൂലൈ മാസത്തെ 2000 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ജൂലൈ 24 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് 4-ാം ശനിയാഴ്ചയും ഞായറാഴ്ചയും ബാങ്ക് അവധിയായതിനാൽ തുക അക്കൗണ്ടിൽ എത്തുന്നതിൽ ചെറിയ താമസം നേരിട്ടേക്കാമെങ്കിലും തിങ്കളാഴ്ചയോടെ തുക ലഭ്യമാകുന്നതാണ്.
നേരിട്ട് പെൻഷൻ വാങ്ങുന്നവർക്ക് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പണം എത്തുകയും ചൊവ്വാഴ്ച മുതൽ ബാങ്ക് ജീവനക്കാർ വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുകയും ചെയ്യും. വരുന്ന ആഗസ്റ്റ് 3-ാം തീയതിക്കുള്ളിൽ ഈ വിതരണം പൂർണ്ണമായും പൂർത്തിയാക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ NSAP കേന്ദ്രവിഹിതം ലഭിക്കുന്ന 8 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ തുകയിൽ 200, 300, 500 രൂപയുടെ കുറവ് വരികയും പകരം 1500, 1700, 1800 രൂപ വീതം മാത്രം ലഭിക്കുകയും ചെയ്ത പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഏകദേശം 23 കോടി രൂപ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട്. ഈ തുക വരും ദിവസങ്ങളിൽ തന്നെ അർഹരായവരുടെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്നതാണ്. വരുന്ന ഓണം പ്രമാണിച്ച് പെൻഷൻ വിതരണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ലെന്നും സാധാരണ മാസാവസാനം ആരംഭിക്കുന്ന വിതരണം ഇത്തവണ ഓണത്തിന് മുൻപായി തന്നെ പൂർത്തിയാക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ കൂടി മുൻകൂറായി ചേർത്ത് 4000 രൂപ വരെ ഒന്നിച്ച് ലഭിക്കാനും സാധ്യതയുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതികളിൽ ആദ്യഘട്ടത്തിൽ തന്നെ റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി സിവിൽ സപ്ലൈസ് വകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ്. 1.5 ലക്ഷം മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും അത് മറികടന്ന് 73,284 അപേക്ഷകൾ അംഗീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ആകെ ലഭിച്ച 76,338 അപേക്ഷകളിൽ 1,353 മതിയായ രേഖകൾ ഹാജരാക്കാത്തതിനെ തുടർന്ന് പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കുകയും അർഹതയില്ലാത്ത 2,011 അപേക്ഷകൾ നിരസിക്കുകയും ചെയ്തു. നേരത്തെ അർഹതയുണ്ടായിരുന്ന നീല വെള്ള കാർഡ് ഉടമകളിൽ നിന്നും BPL കാർഡിലേക്ക് മാറുന്നതിനായി ക്ഷണിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികൾ പൂർത്തിയാക്കി പുതിയ കാർഡുകൾ അനുവദിച്ചിരിക്കുന്നത്. ഇങ്ങനെ പുതിയതായി BPL മുൻഗണനാ കാർഡ് ലഭിച്ച 73,284 കുടുംബങ്ങൾക്കും വരും ഓഗസ്റ്റ് മാസം മുതൽ സൗജന്യ റേഷൻ ലഭ്യമായി തുടങ്ങും. ഓണത്തോടനുബന്ധിച്ച് സാധാരണക്കാർക്കായി വലിയ ആനുകൂല്യങ്ങളും സഹായങ്ങളുമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓഗസ്റ്റ് മാസത്തിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കാൻ പോകുന്ന ആനുകൂല്യങ്ങളാണ്. ഇതിൽ മഞ്ഞ കാർഡ് ഉടമകൾക്ക് ഇത്തവണ സൗജന്യ ഓണക്കിറ്റ് ലഭ്യമാകും. ഇതിനായി 56 കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത്. പിങ്ക് കാർഡ് ഉടമകൾക്ക് നിലവിലുള്ള റേഷൻ വിഹിതം കൃത്യമായി ലഭിക്കുമ്പോൾ നീല വെള്ള കാർഡ് ഉടമകൾക്ക് ഓണത്തോടനുബന്ധിച്ച് കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 10 കിലോ വരെ സ്പെഷ്യൽ അരിയും ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ ഓണച്ചന്തകൾ സജ്ജമാക്കുന്നതിനും വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമായി ധനവകുപ്പ് 200 കോടി രൂപ ഭക്ഷ്യവകുപ്പിന് അനുവദിച്ചിട്ടുണ്ട്. ഇതിലൂടെ എല്ലാത്തരം റേഷൻ കാർഡ് ഉടമകൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ പണം കൊടുത്തു വാങ്ങാവുന്ന 3 തരം ഓണക്കിറ്റുകളാണ് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നത്. 250 മുതൽ 300 രൂപ വരെ വിലയുള്ള കിറ്റ്, 500 രൂപയുടെ കിറ്റ്, 1000 രൂപയുടെ കിറ്റ് എന്നിവയാണവ. ഈ കിറ്റുകളുടെ വിലയേക്കാൾ കൂടുതൽ മൂല്യമുള്ള സാധനങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കും എന്നതും പ്രത്യേകതയാണ്. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. കഴിഞ്ഞ ദിവസത്തെ നിരക്കിൽ തന്നെയാണ് ഇന്ന് വ്യാപാരം തുടരുന്നത്. 2026 ജൂലൈ 26 ഞായറാഴ്ച വിപണിയിൽ 1 പവൻ സ്വർണ്ണത്തിന് 1,06,280 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഗ്രാം വിലയിലും വ്യതിയാനങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. 1 ഗ്രാം സ്വർണ്ണത്തിന് 13,285 രൂപയിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.